ഞാൻ ഏവിയേഷൻ പഠിച്ച സമയത്തുള്ള പരിചയമാണ്. അതായത് ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ഈ ഏവിയേഷനും കോഴ്സും കാര്യങ്ങളും ഒക്കെ? സുധിച്ചേട്ടനെ കാണുന്നതിന് മുന്നുള്ള പരിചയമാണ്. കരിഷ്മ പ്രൊഫഷണലായിട്ട് ഏവിയേഷൻ മിസ്സാണ്, ടീച്ചറാണ്. സോ ആ സമയത്ത് അവളും പഠിക്കുമായിരുന്നു, ഞാൻ അങ്ങനെ പരിചയപ്പെട്ടാണ്. അന്നൊന്നും എനിക്ക് മാനേജറിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ സെലിബ്രിറ്റി അല്ല. അപ്പം അതെ അതെ, ചേച്ചി ഇപ്പം വളരെയധികം സെലിബ്രിറ്റിയാണ്. പ്രമുഖ താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു താരമാണ്. വളരെയധികം തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റിക്കൊരു മാനേജറെ ആവശ്യമുണ്ട്. മാനേജർക്ക് മാസാമാസം നല്ലൊരു പൈസ കൊടുക്കണം. അപ്പം അതിനനുസരിച്ചുള്ള വർക്കും സാധനങ്ങളൊക്കെ ചേച്ചിക്ക് പിടിക്കണം. അങ്ങനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ലൈവായി നിൽക്കണമെങ്കിൽ ഇടയ്ക്ക് ഓരോ തൊട്ടിത്തരൊക്കെ കാണിക്കണം. നമുക്കതിലോട്ട് വരാം, ബാക്കി പറഞ്ഞാട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ആണ് എനിക്കൊരു മാനേജറിന്റെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയില്ല എന്റെ തിരക്ക്. ഞാൻ പിന്നെ ഭയങ്കര തിരക്കല്ലേ, എങ്ങനെ മാനേജ് ചെയ്തല്ല. അതിനാണ് എന്റെ മാനേജറായിട്ട് അവളെ ഞാൻ ഒഫീഷ്യലായിട്ട് മാനേജറായിട്ട് വെച്ചേക്കുന്നത്. അവളാണ് എന്റെ മാനേജർ, ഒഫീഷ്യലായിട്ട് എന്റെ മാനേജർ. ഇപ്പൊ ഈ എല്ലാ പ്രോഗ്രാമും അവളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഭയങ്കര തിരക്കുള്ള ആളാണ് കേട്ടോ. ഇനി നമുക്ക് പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയത്, ലൈവായിട്ട് നിൽക്കുന്നത്, ആ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ട ചില സാധനങ്ങളുണ്ട്. ഇവരുടെ ആവശ്യപ്രകാരമാണ് ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആക്കണം, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്നാക്കി തന്നാൽ മതി, എനിക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസ് കയറണം, എനിക്ക് എങ്ങനെയെങ്കിലും വൈറലാവണമെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു ചെങ്ങായിന്റെ കാല് പിടിക്കുന്ന വോയിസും കാര്യങ്ങളും ചില മെസ്സേജസും കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് ലീക്കായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടു. അതൊന്ന് കണ്ടിട്ട് വരാം. ക്യാമറാമാന എനിക്ക് ചെറിയ രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ട് ദിവിൻ ചേട്ടൻ. അപ്പോ ദിവിൻ ചേട്ടൻ രേണു ചേച്ചി ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പ്രൊഫൈലിലുണ്ട് ആ ഒരു ഓഡിയോ. ദിബിനെ എനിക്ക് എങ്ങനെയെങ്കിലും വൈറലായാൽ മതി, നെഗറ്റീവ് ആണെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. ദിബിനെ എങ്ങനെയും കേട്ടോ, ഉറപ്പായിട്ടും എങ്ങനെയും ഒന്ന് സെറ്റാക്കണേ. ഒരു മെസ്സേജ് ഈ പറയുന്ന ക്യാമറാമാനെ രേണുസുതി അയച്ചിട്ടുണ്ട്. ഈ ഓഡിയോയ്ക്കൊപ്പം തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യണം, 15-ാം തീയതി കൺഫേം ആണേ. അപ്പോൾ ഡിബിനെ, നീ എന്തായാലും നല്ലൊരു കോണ്ടന്റ് തന്നെ എടുത്തേക്കണം, നമുക്ക് വൈറലാവണം. അത്യാവശ്യം എന്ത് വിവാദം ഉണ്ടായാലും ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഓക്കെ ആണ്. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് കാണാം, എങ്ങനെയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു, ബിഗ് ബോസിൽ പോകേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. സ്വന്തം ആവശ്യപ്രകാരം തന്നെ എന്ത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, 10 തെറി കേട്ടാലും കുഴപ്പമില്ല, എനിക്ക് വൈറലായാൽ മതി എന്നാവശ്യപ്പെടുന്നു. ശേഷം ഒരു സാധനം തിരഞ്ഞെടുക്കുന്നു, അങ്ങനെ വൈറലാവുന്നു. പിന്നെ നെഗറ്റീവ് റീച്ചിലൂടെ വൈറലായ സമയത്ത് നെഗറ്റീവ് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ബിഗ് ബോസിൽ കയറുന്നു. അങ്ങനെ 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 വെച്ചടി കയറ്റം ഉണ്ടാകുന്നു. അടിപൊളി. പുള്ളിക്കാരീൻ്റെ പല കമൻറ്റ് ബോക്സിലും കാണാണ്ട് അപാരെ തൊലിക്കട്ടിന്ന്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആ കമൻറ്റ് എടുത്തവരെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ളൂ. തൊലിക്കട്ടി എന്ന് പറയേണ്ട കാര്യമില്ല, ഇച്ചിരി മനസ്സിൻ്റെ ബലം എന്ന് പറയാം. കാരണം ഒരുവിധം സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകും, വിഷമം വരും, കരഞ്ഞു പിഴിഞ്ഞിരിക്കും, കുറേ കാലം ആക്റ്റീവ് അല്ലാണ്ട് നടക്കും. പക്ഷേ ഈ പുള്ളിക്കാരി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, ഇച്ചിരി മനക്കഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ തൊലിക്കട്ടി എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഒരു പുച്ഛഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരാ പറഞ്ഞത് ആ ഒരു വാക്കും ഇവരുടെ പെരുമാറ്റവും നീതി പുലർത്തുന്നു എന്ന്. കാരണം സ്വന്തം ആവശ്യപ്രകാരം നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ വൈറലാവാൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരി ആഗ്രഹിച്ച സാധനം വിജയിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റിയായി ബിഗ് ബോസ് കയറി എന്നാണ് പുള്ളിക്കാരി വിചാരിച്ച പോലെ വൈറലായി. ഇപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ ഇവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില മീഡിയാസിൻ്റെ പ്രസൻസ് കാണുമ്പോഴേക്കും അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുക, വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ വായി തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുക. ഒരു പക്ഷേ ലൈഫ് സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ആണ് എന്ന് നമുക്ക് ഇതിനെ വെച്ചിട്ട് വിലയിരുത്തുകയും ചെയ്യാം. അങ്ങനെ ചെയ്യട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ. ഇതിനിടയ്ക്ക് വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായി. പുള്ളിക്കാരീൻ്റെ കമ്പനിക്കാരിയാണ്. രേണു ഞാനും അടിച്ചു പിരിഞ്ഞു അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്ന റീൽസ് ആയിരുന്നു. എന്തായാലും അത് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കുറേ ദിവസമായിട്ട് എൻ്റെ കമന്റ് ബോക്സിലും എനിക്ക് മെസ്സേജും ആയിട്ട് രേണു ആയിട്ട് അടിച്ചു പിരിഞ്ഞോ, തെറ്റിപ്പിരിഞ്ഞോ, ഭയങ്കര പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? എപ്പോഴും ഒരാളെ കൂടെ നടക്കണമെന്നുണ്ടോ? എപ്പോഴും രേണുസുതിന്റെ കൂടെ ഞാൻ നടക്കണമെന്നുണ്ടോ? എനിക്ക് എന്റേതായിട്ടുള്ള തിരക്കുണ്ട്, ചേച്ചിക്ക് ചേച്ചീൻ്റെ തിരക്കുണ്ട്. ഒരു ഷൂട്ട് വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഒരുമിക്കുന്നത്, അല്ലാണ്ട് ഫുൾ ടൈം ഞാൻ ചേച്ചീന്റെ പറയുകയല്ല, ചേച്ചി എന്റെ പറയുകയല്ല. പിന്നെ അടിച്ചു പിരിഞ്ഞ് പിന്നെ ചേച്ചീനെ കൊണ്ട് എന്റെ അടുത്ത് കുറ്റം പറയാ, എന്നെ കുറിച്ച് ചേച്ചീൻ്റെ അടുത്ത് കുറ്റം പറയാ, അതിന് നിർത്തിയേക്ക് കേട്ടോ. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇനി എന്റെ കമന്റ് ബോക്സിൽ വന്ന് അടിച്ചു പിരിഞ്ഞു തെറ്റിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കരുത്. മെസ്സേജ് അയച്ചാൽ ഇനി എന്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ?
അപ്പോൾ ഇതായിരുന്നു ആ റീല്. ഈ റീല് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ താഴെ വന്ന വീഡിയോസും സാധനങ്ങളൊക്കെ ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് ഇതിന്റെ കമന്റ് ബോക്സ് കുട്ടിയും തമ്മിൽ എന്താണ് കാണാത്തത് ഒരാളുടെ കമന്റ് ബോക്സ് കാണാൻ പറ്റി. അത്യാവശ്യത്തിന് കുറച്ച് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് കമന്റ് ബോക്സിൽ ഇതൊക്കെ, പക്ഷേ അതിലൊന്നും തന്നെ എന്താണ് പേര് പറഞ്ഞാൽ ഇച്ചിരി എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി വെറുതെ തോന്നുമ്പോൾ പറയാം. ഞാനും രേണു മിണ്ടിയില്ലേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം, ഏത് നേരം ഒട്ടി നടക്കാൻ പറ്റുമോ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ വെറുതെ തോന്നുമ്പോൾ അങ്ങോട്ട് വരിക. ഈ രേണു സുധീനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി വിറ്റ് അത്യാവശ്യത്തിന് നിലയിലെത്തിയ മാതിരി തോന്നുമ്പോൾ രേണുവിന്റെ പേര് ഇങ്ങനെ എടുത്തിടുക, എന്നിട്ട് താനും രേണുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ എടുത്തു വെക്കുക, അതങ്ങോട്ട് വൈറലാക്കുക, എന്നിട്ട് കുറച്ച് റീച്ച് ഇങ്ങനെ എടുക്കുക. അതാണ് ഈ പരിപാടി. ഇതേമാതിരി തന്നെ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, മറ്റേ പുള്ളിക്കാരിൻ്റെ കമ്പനിക്കാരിച്ചി, അതും ഈ പറഞ്ഞ ലൈനൊക്കെ തന്നെയാണ്. അതിൻ്റെ കാര്യം എന്തായെന്നൊക്കെ ആർക്കറിയാം. ഇപ്പം അതിൻ്റെ വിവരമൊന്നും നോം കാണാറില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് തിരക്കൊക്കെയാണ്, കാണാൻ സാധിക്കാറില്ല, അതുകൊണ്ട് ആ സാധനത്തിൻ്റെ വിവരമൊന്നും നമ്മിന് അറിയത്തില്ല. സുധിച്ചേട്ടൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി എന്തോ ഒരു മുടന്ത ന്യായം പറയുന്നുണ്ട്. മോശപ്പെട്ട ദിവസങ്ങൾ നമ്മളാരും ഓർത്ത് വെക്കാറില്ലല്ലോ, അപ്പം സുധിച്ചേട്ടൻ മരിച്ച ദിവസം പുള്ളിക്കാരത്തേക്ക് ഓർമ്മയില്ലാത്തത് അതുകൊണ്ടാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇനി അത് സമ്മതിച്ച് കൊടുത്തേക്കാം, അല്ലാണ്ട് ഇപ്പോൾ വേറെ ഇല്ല. എൻ്റെ കറിവിൽ നാഴേക്ക് 40 വട്ടം എൻ്റെ സുചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മരണ ദിവസം, കാരണം എൻ്റെ ജീവൻ്റെ പാതി എൻ്റെ അടുത്ത് അകന്നു പോയ ദിവസം ഏതൊരാൾക്കും ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അതേപോലെ ബർത്ത്ഡേ അങ്ങനത്തെ സാധനങ്ങളെല്ലാം, മാരേജ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ചിലപ്പോൾ ദിവസം മറന്നു പോയിട്ടുണ്ടാവും, സമയം മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു വർഷം തന്നെ മാറിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതൊരു ഫേക്ക് ലവ് ആണോ ട്രൂ ലവ് ആണോ എന്നുള്ള കാര്യം ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ആ സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി എത്ര കിടന്ന് മെഴുകിയിട്ടും കാര്യമില്ല. ദുരിതം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാറ്. ശരി, അപ്പോൾ നമുക്ക് ബാക്ക് ടു ഈ കാര്യങ്ങളിലോട്ട്. നമ്മൾ നാളെ സുധീനെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തായിരുന്നല്ലോ. അവരാ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ മാറിപ്പോയതാണ്, മറന്നുപോയതാണ് എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് പോലും കാണിക്കാതെ അവിടെ നിന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ നിന്ന് മെഴുകിയത് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ അതിനോട് സിമ്പതിയാണ് തോന്നിയിട്ടുള്ളത്, വെറും സിമ്പതി. കാരണം വീണോടുത്ത് കിടന്ന് മെഴുകാൻ ഈ പുള്ളിക്കാരനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കാരണം അവരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് വന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സ് അവർക്ക് എപ്പോഴും ഇല്ലാന്ന് അവർ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. സുധീയുടെ ഡേറ്റ് പറഞ്ഞത് മാറിപ്പോയി എന്ന് പറഞ്ഞ ഒന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനില്ല. അത് അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമുണ്ട്. എനിക്ക് പറ്റിപ്പോയി, തിരക്കുകളുടെ ഇടയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മറവി കൊണ്ടാണ്, എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. അതുവരെ അവിടുന്ന് വളരെയധികം ചുരുട്ടി കൂട്ടി കുറേ മണ്ണും പൊടിയും അതും പറ്റിച്ചിട്ട് പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്, അത് ലൈഫിൽ ഓർക്കാൻ പറ്റാത്ത ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഓർമ്മിച്ച് വെക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ അതൊക്കെ തെറ്റി. ഇപ്പോൾ പുള്ളിക്കാരിൻ്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ എന്ന് തങ്കച്ചൻ സേട്ടനോടൊന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലൈഫിലെ ദുരന്തങ്ങളൊന്നും ഓർത്ത് വെക്കരുത് എന്നാണ് രേണു ചേച്ചി അവകാശപ്പെടുന്നത്. അതുകൊണ്ടാട്ടോ, തമാശയായിട്ട് കാണാം. പിന്നെ ഈ പുള്ളിക്കാരി അത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാണ്ട് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചു. കാരണം നാഴേക്ക് 40 വട്ടം ഈ 1.5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് സുധി എന്ന് കണ്ട ഇൻ്റർവ്യൂ, ആ ലക്ഷ്മി നക്ഷത്രം ഉണ്ടായിരുന്ന ആ സമയം തൊട്ട് കണ്ട ഇൻ്റർവ്യൂ മുതൽ ഈ സമയം വരെ 24 മണിക്കൂർ സുധീൻ്റെ പേര് പറയുന്നു, സുധീൻ്റെ ഫോട്ടോൻ്റെ ചോട്ടേക്ക് കിടന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നു, റീൽസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇത്രയധികം ചെയ്തിട്ടും പുള്ളിക്കാരൻ്റെ തിങ്സ് സൂക്ഷിച്ചു വെക്കുന്നു. കഴിഞ്ഞ കൊല്ലം കൂടെ ആണ്ട് ആഘോഷിച്ചതേ ഉള്ളൂ. ആ ആണ്ട് കഴിഞ്ഞ് 2ാമത്തെ ചരമവാർഷികം അതുവരെ അത്രയും ഇതാക്കിയിട്ട് പെട്ടെന്നൊരാൾ വന്നിട്ട് സുധീൻ്റെ മരിച്ച ദിവസത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ ഒരു വർഷം ഇവർക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനങ്ങളും അയാളുമായിട്ടുള്ള ആ ഒരു സ്നേഹവും തമ്മിൽ സീറോ കണക്ഷനാണ്, ഒരു ബന്ധവുമില്ല. എല്ലാവരും തുടക്കം തൊട്ട് പറയുന്ന പോലെ തന്നെ സുധിയുടെ പേര് ഇവരെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധി ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കാത്ത എന്തെല്ലാമോ സുധിയുടെ മരണശേഷം പിടിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിൽ അയാളുടെ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്ന് സാരം. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഈ സാധനം ഞാൻ ആവർത്തിക്കുന്നുണ്ട്. സുധി ഉണ്ടായിരുന്ന സമയത്തുള്ള അവരുടെ ഡ്രസ്സിങ് രീതി അവർ പറയുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമാണ്, പക്ഷെ അവർ സോഷ്യൽ മീഡിയയിലൊന്നും അത്തരത്തിലുള്ള വസ്ത്രങ്ങളോട് കൂടിയൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഹെയർ സ്റ്റൈല്, മേക്കപ്പ്, ഡ്രസ്സിങ് എല്ലാം തന്നെ എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഇതിനേക്കാളും വളരെയധികം ഡിഫറെൻ്റ് ആണ്. ആ സമയത്ത് ഇവർ പറയുന്നത് സുധിക്ക് ഇഷ്ടമാണ്. സുധിക്ക് ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ അതേപോലെ സ്വന്തം ഭാര്യനെ അവർ കൊണ്ടു നടക്കും. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മോഡേണായിട്ട് ഡ്രസ്സ് ഇടുന്ന ഹസ്ബൻഡിന് ഇഷ്ടമാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലും സാധനങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു തുടക്കം തൊട്ട് 2018 ആ ഒരു സമയം തൊട്ടേ മോഡേണായിട്ട് ഡ്രസ്സ് ഇടുന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡ് അത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഹസ്ബൻഡ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മോഡേണല്ലാത്ത വസ്ത്രങ്ങളെല്ലാം ധരിച്ചെടുത്ത് പിന്നെ ആ ക്രെഡിറ്റ് എനിക്ക് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും
സംസാരവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവർക്ക് അന്ന് നടക്കാത്ത ഏതെല്ലാമോ കാര്യങ്ങൾ, ആക്ടിങ് ഇഷ്ടമാണ് പക്ഷേ വീട്ടിലെ കൊച്ചുങ്ങളെ നോക്കുക, സുധിയുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരിൻ്റെ ഇഷ്ടങ്ങൾ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. സുധി മരിച്ചതിന് ശേഷം കിട്ടിയ ഗോൾഡൻ ചാൻസ് പുള്ളിക്കാരി മുതലെടുത്തു. പിന്നെ സുധിയുടെ പേര് പറഞ്ഞാൽ ഇച്ചിരി കൂടെ റീച്ച് കിട്ടും, അത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ലൈൻ പിടിച്ച് അങ്ങനെ ഫേമസ് ആവാനുള്ള ഒരു പരിപാടി ആയിരുന്നു. എന്താണെങ്കിലും ആ പരിപാടി വിജയം കൊണ്ടു. ഇപ്പോൾ കേരളത്തിൽ അവരറിയാത്ത ചിലപ്പോൾ 2-3% ആൾക്കാർ മാത്രമായിരിക്കും, അത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ. ആ ഒരു ഇതിൽ തന്നെ ഒരു 10-25% ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേരുണ്ട്. എന്നാലും 70% പേരും അവരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ തന്നെയാണ്. അത് പല റിയാക്ഷൻ വ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നെഗറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നെഗറ്റീവ് കമൻസ് കാണാൻ പറ്റും. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പ്രൊഫൈൽ തന്നെ നോക്കിയാലും കാണാൻ പറ്റും നെഗറ്റീവ് കമൻസ്. അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലൈഫ് അവർക്ക് ഇപ്പോൾ അവർ ആഗ്രഹിച്ച പോലെ മുമ്പോട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എഴുന്നള്ളിച്ച് ആളുകൾക്ക് മുമ്പിൽ കോമാളിയും പരിഹാസപാത്രവും ആവാണ്ട് നേരം തൊട്ടും പിടിച്ചും കെട്ടിയും പിടിച്ചും മുത്തി ഒരുമയുള്ള സാധനങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇച്ചിരി ബോൾഡായിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളോ കാര്യങ്ങളോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലാണെങ്കിൽ പോലും കുറച്ച് ബോൾഡ് ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന റീലിൽ നിന്ന് കുറച്ചുകൂടെ വിചിത്രമായിട്ട് ആളുകൾ കണ്ടെങ്കിലും ഇരിക്കും. ഇതൊന്നും ഇല്ലാണ്ട് വെറും റൊമാൻസ് മാത്രം ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള സാധനങ്ങൾ പിടിക്കുമ്പോൾ കാണുന്നവർക്ക് അത് നിങ്ങൾ ആ ടൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഏതുനേരം അതിനോട് ഒരു മൂഡ് എന്നുള്ള ലൈനാണ് കാണുന്നവർക്ക് കണക്റ്റ് ആവുക. അതല്ല ഞാൻ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് അതാണ് ഇഷ്ടം എന്ന് കരുതുന്ന ഒരാളാണെങ്കിൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും സാഡ് ആവട്ടെ, ആംഗ്രി ആവട്ടെ, അല്ലെങ്കിൽ നിരാശയാവട്ടെ, അങ്ങനെ പല സാധനങ്ങൾ പല ലൈനിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഓഡിയോ അവൈലബിൾ ആണ്. അതിലൊക്കെ ആക്ട് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് പുറത്ത് കാണിക്കാം, അല്ലെങ്കിൽ അത് കുറച്ച് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊന്നും ഇല്ലാണ്ട് ഏതുനേരം ഈ റൊമാൻസും കെട്ടിപ്പിടുത്തുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് തന്നെ ഇതാക്കുക. സുധി മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടാത്ത പുരുഷ സാമീപ്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളതിൽ എന്തോരം കമൻസ് നിങ്ങളുടെ ഇതിലുണ്ട്. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിന് കേൾക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, കേൾപ്പിക്കരുത് എന്നുണ്ടെങ്കിൽ കുറച്ച് ബോൾഡ് ക്യാരക്ടേഴ്സും കൂടി ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലോ ആൽബംസിലോ ഷോർട്ട് ഫിലിംസിലോ ഒക്കെ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ്സ് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല നേരത്തെ പറഞ്ഞ ഓഡിയോയിലെ പോലെ തന്നെ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, എനിക്ക് സ്റ്റിൽ വൈറലായി നിന്നാൽ മതി. ഈ ഒരു സാധനത്തിൽ എപ്പോഴും ലൈവായി നിൽക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ, വേറൊന്നും പറയാനില്ല. നമ്മൾ ഉപദേശിക്കാൻ വലിയ ആൾക്കാരൊന്നുമല്ല, എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു പോവും. അവരോട് നേരിട്ട് വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ഷം തെറ്റ് കണ്ടാൽ വിമർശിക്കും, നല്ലത് കണ്ടാൽ സപ്പോർട്ട് ചെയ്യും, ഉപദേശിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപദേശിച്ചു വിടും. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണെങ്കിലും ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, വണക്കം, ബൈ ബൈ.